നീ നന്നായിട്ട് ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുത്തത്? അച്ഛന് പേടിയുണ്ട്. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നമ്മളൊരു യുദ്ധത്തിലാണ് ഇറങ്ങി പുറപ്പെടുന്നത്. നമ്മുടെ എതിർവശത്ത് നിൽക്കുന്നവർ നിസ്സാരക്കാരല്ല. നമ്മളെ ഇല്ലാതാക്കാൻ അവർക്ക് അധിക സമയമൊന്നും വേണ്ട. അവർക്കെതിരെ സംസാരിക്കാനും നമ്മുടെ കൂടെ നിൽക്കാനൊന്നും ആരുണ്ടാവില്ല മോളെ. തോറ്റു പിന്മാറാൻ പാടില്ല അച്ഛാ. എന്നെ നഷ്ടപ്പെടുമെന്ന പേടി കൊണ്ടാണ് അച്ഛൻ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നാൽ ഇവിടെ നമ്മൾ തോറ്റാ എൻ്റെ അവസ്ഥ വേറെ ഒരുപാട് പെൺകുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരും. ഇനി ആർക്കും ഞാൻ അനുഭവിച്ച സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ അവനെതിരെ കേസ് ഫയൽ ചെയ്യും. നമ്മൾ അവനെ നിയമപരമായി തന്നെ നേരിടണം. ദൈവം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാനും നമ്മളെ സഹായിക്കാനും ആരെങ്കിലുമൊക്കെ വരും. ഐ ആം ഷുവർ. അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. എൻ്റെ കൂടെ ഉണ്ടാവണം. ആ ധൈര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നീ ഇവിടെ എൻജോയ് ചെയ്യുകയാണ് അല്ലേ? ദാ ആ പെണ്ണേ, നിനക്കെതിരെ കേസ് കൊടുക്കില്ലെന്ന് കോൺഫിഡൻസ് ആയിരുന്നല്ലോ നിനക്ക്. എന്നിട്ടിപ്പോൾ എന്തായടാ? ഇതുവരെ ഉണ്ടായിരുന്ന പോലെയല്ല. പെണ്ണ് കേസാ, റേപ്പ് അറ്റംപ്റ്റ്. നിനക്കിതൊന്നും പുത്തിരിയായിരിക്കില്ല, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എലക്ഷൻ എടുത്തിരിക്കുക. നീ കാരണം എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിൽ എന്തെങ്കിലും ബ്ലാക്ക് മാർക്ക് ഉണ്ടായ അലക്സ്, നീ ഒന്നോർത്തോ, അവളെ തീർന്നു നമ്മൾ തമ്മിലുള്ള എല്ലാ ബിസിനസ്സും. ദേവാ, അവളെ കൊല്ലാൻ കഴിയാണ്ടല്ല, ആരും അറിയാതെ അവളെ കുഴിച്ചു മൂടാൻ എനിക്കധികം സമയമൊന്നും വേണ്ട. എന്നാ ഇപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ നിന്നെയും ബാധിക്കുന്ന എനിക്ക് നന്നായി അറിയാം. എന്നെ നിയമപരമായി നേരിടാനാണ് അവളുടെ തീരുമാനമെങ്കിൽ അങ്ങനെ ആവട്ടെടാ. അവൾ പറയുന്നതെല്ലാം തെറ്റാണെന്ന് ആ നിയമപരമായി തന്നെ ഞാനും തെളിയിച്ചു കൊടുക്കാം. എല്ലാം ഞാൻ നിനക്ക് വിട്ടുതരുന്നു. ബട്ട് വൺ കണ്ടീഷൻ അലക്സ്, എൻ്റെ പേര് എവിടെയും പ്രത്യക്ഷപ്പെടരുത്. പ്രതിഭാഗം വക്കീലിന് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ലെങ്കിൽ ഈ കേസ് കൺക്ലൂഡ് ചെയ്യാം. അരുൺ, യു ഹാവ് എനി ഒബ്ജെക്ഷൻ? നോ സർ. So, as per IPC section 519, the criminal offense to use any word, gesture or act that is intended to insult the modesty of a woman. The offense is punishable with imprisonment for a term of up to 3 years. ഈ കേസിൽ കുറ്റക്കാരനെന്ന് സംശയിക്കപ്പെടുന്ന വിനോദ് എന്ന കോളേജ് വിദ്യാർത്ഥിക്ക് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ 3 വർഷത്തെ കഠിന തടവിന് കോടതി വിധിക്കുന്നു. മോനെ, സന്തോഷായി. അവൻ അർഹിക്കുന്ന ശിക്ഷ അവന് കിട്ടി. ഇനി അവൻ്റെ ശല്യം ഞങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാവില്ല. മോനെൻ്റെ മകളുടെ ജീവിതമാണ് രക്ഷിച്ചത്. ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല മോനെ. നോ നീഡ് ടു താങ്ക്സ്. ഇറ്റ്സ് ഓൺലി പാർട്ട് ഓഫ് മൈ ജോബ്. ഇനി അവൻ്റെ ശല്യം നിങ്ങളുടെ മകൾക്കുണ്ടാവില്ല. മോനെ, നല്ലത് മാത്രം വരട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന എപ്പോഴും മോൻ്റെ കൂടെ ഉണ്ടാവും. എനിക്ക് കുറച്ച് തിരക്കുണ്ടാകും ലിവിങ്. അങ്കിൾ, അവൻ്റെ ഫീസ് ഇന്ന് ഈവനിങ് തന്നെ എനിക്ക് കിട്ടിയിരിക്കണം.
നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമില്ല. മിസ്റ്റർ ഗൗതം, 1 മിനിറ്റ്. പണമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമെന്ന നിങ്ങളുടെ ചിന്താഗതി എന്ന് നിങ്ങൾ മാറ്റുന്നുവോ? അന്ന് ആ നിമിഷം മനുഷ്യൻ്റെ ധാർമ്മികത എന്തെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ജീവിതം എല്ലാവർക്കും ഒരുപോലെയാണ്. പണം, ജാതി, വർണ്ണം, വർഗം അതൊന്നുമല്ല, മരണം. എല്ലാവരും അവസാനം എത്തിച്ചേരുന്നതേ ആ 3 അക്ഷരത്തിലാണ്. രവി, യു ആർ മൈ അസിസ്റ്റൻറ്റ്. നിൻ്റെ അഡ്വൈസ് അതെനിക്ക് ആവശ്യമില്ല. ഞാൻ നിനക്കൊരു വർക്ക് ഏൽപ്പിച്ചിരുന്നു. എന്തായി? ഐ നീഡ് ആൻ അപ്ഡേറ്റ് സൂൺ. പിന്നെ എന്നെ അഡ്വൈസ് ചെയ്യുന്നതിന് മുമ്പ് അതിനുള്ള അർഹത നിനക്കുണ്ടോയെന്ന് ഒന്ന് ചിന്തിക്കണം. ഏതെങ്കിലും ഒരു കേസ് എന്നെ ഡിപ്പെൻഡ് ചെയ്യാതെ നീ ഒറ്റയ്ക്ക് വാദിച്ച് ജയിച്ച് കാണിക്കേ. അപ്പോൾ ഞാൻ സമ്മതിക്കാം, യു ആർ ആൻ അഡ്വക്കേറ്റ്. തോൽക്കുന്ന ഉറപ്പുള്ള ഒരു കേസ് പോലും ഇതുവരെ ഈ ഗൗതം വർമ്മ ഏറ്റെടുത്തിട്ടില്ല. എനിക്കെതിരെ വാദിച്ച് ജയിക്കാൻ മാത്രം ഇതുവരെ ആരും ജനിച്ചിട്ടുമില്ല. Then what about Advocate Deepak Lal? Ravi, stop it. It's my final warning. ഇനി ആ പേര് നമ്മുടെ ഇടയിൽ കടന്നു വന്നാ പിന്നെ നീ എൻ്റെ അസിസ്റ്റൻ്റായി തുടരില്ല. മോന് ഫീസ് തരാൻ അമ്മയുടെയിലുള്ള ഈ പണം തികയില്ല. നാളെ ഒരു ദിവസം കൂടി മോനി അമ്മയ്ക്ക് സമയം തരണം. മോൻ കാരണം അമ്മയ്ക്ക് അമ്മയുടെ വീടും സ്വത്തുക്കളൊക്കെ തിരിച്ചു കിട്ടി. നാളെ തന്നെ അമ്മ മോൻ്റെ ഫീസ് തരാട്ടോ. നോ, വേണ്ടമ്മേ. എനിക്ക് ഈ ഫീസ് മാത്രം മതി, കൂടുതലൊന്നും വേണ്ട. ഈ പണം കൊടുത്ത് കിട്ടാത്ത ഒന്നുണ്ട് ഈ ലോകത്ത്. സ്നേഹം, അത് മാത്രം ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ.